അമ്പിളി മാമനും ആറ്റിലയാമ്പലിനോടല്ലേ പ്രേമം. ആരൊക്കെ അറിഞ്ഞാലും ഇല്ലേലും എനിക്കെന്നും നിന്നെയാണടി ഇഷ്ടം. പാട്ടിലൊക്കെ നിന്നെ കുറിച്ചു ഞാൻ പാടും നേരം ശംഭോ ശിവപേരൂരിൻ നാഥനാം ശംഭോ ശൈലേന്ദ്രപുത്രിയാം ഗിരിജാപതേ നിന്റെ വരദാന സായുജ്യം നേടാ പുഷ്പാഞ്ജലി നേർന്നു നിൽക്കയാണിന്നു ഞാൻ. ശൈലേന്ദ്രപുത്രിയാം ഗിരിജാപതേ നിന്റെ വരദാന സായുജ്യം നേടാൻ പുഷ്പാഞ്ജലി നേർന്നു നിൽക്കയാണിന്നു ഞാൻ. രക്തവസ്ത്രധാരിണി കപാലമാലധാരിണി ശ്മശാന നൃത്തലാലസേ മഹാട്ടഹാസരൂപിണി കൃഷ്ണഖഡ്ഗശോഭിതേ ത്രിശൂലിനി കപാലികേ പ്രപഞ്ചകാരണേ ശിവേ രാജരാജപൂജിതേ അനേകശസ്ത്രധാരിണി ദിഗംബരേ ഭയങ്കരി മഹാകൃപാപ്രദായിനി കാളികേ നമോസ്തുതേ കാളികേ നമോസ്തുതേ ഭദ്രകാളികേ നമോസ്തുതേ. 10ാം ക്ലാസ്സിൽ ഒരു A+ പോലും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഞാനല്ലാതെ അങ്ങനെ ഒരാളെ എനിക്കൊന്ന് കണ്ടുപിടിച്ചെന്നുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച സ്കൂളിൽ അന്ന് എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള സൂസമ്മ ടീച്ചർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടായിരിക്കും എന്നോട് പറഞ്ഞത്, ഗായത്രി, ഈ 10ാം ക്ലാസ്സിൽ A+ എന്ന് പറയുന്ന സംഗതി കൊണ്ടുവന്ന കാലം മുതൽ 9 വിഷയം പൊട്ടിപ്പോയിട്ടുള്ള, അതായത് തോറ്റുപോയിട്ടുള്ള പിള്ളേരാണ്. പക്ഷെ അവർക്കും ITക്ക് ഒരു A+ ഉണ്ടായിരുന്നു കുഞ്ഞേന്നുള്ളത്. പക്ഷെ എനിക്ക് അതും ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ജീവിതം അവിടെ നിന്ന് പോയൊന്നും ഇല്ല. തുടർന്ന് +1 +2 ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് പഠിച്ചു. അവിടുന്ന് ഡിഗ്രിക്ക് ജേർണലിസം ലിറ്ററേച്ചറും പഠിച്ചു. പിന്നെ LLB പഠിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പം 10ാം ക്ലാസ്സിന്റെ റിസൾട്ടും +2ന്റെ റിസൾട്ടും ഒക്കെ വരുമ്പം കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞിരുന്നാൽ തന്നെയും അതൊന്നും നമ്മുടെ ജീവിതത്തിനെ വലുതായിട്ട് ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലോകം അവിടെ അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ പേരൻസിനോടാണ് പരിശ്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 10ാം ക്ലാസ്സിന്റെ റിസൾട്ടും +2ന്റെ റിസൾട്ടും ഒക്കെ വരുമ്പം കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞിരുന്നാൽ തന്നെയും അതൊന്നും നമ്മുടെ ജീവിതത്തിനെ വലുതായിട്ട് ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലോകം അവിടെ അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ പേരൻസിനോടാണ് കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞു പോയാൽ തന്നെയും മക്കളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അവരുടെ മുന്നോട്ടുള്ള ജേണിനും അത്ര സപ്പോർട്ട് കൊടുക്കണം. എൻ്റെ അമ്മ എൻ്റെ ഒരു വലിയ സപ്പോർട്ടറായിരുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മുന്നേറി പരിശ്രമം എന്ന രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. മാർക്ക് കൂടിയ മക്കളുടെ പേരൻസിനോടാണ്, നിങ്ങളുടെ മക്കൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സന്തോഷത്തോടെ അംഗീകരിച്ച് വീട്ടിലിരിക്കുക. അല്ലാതെ മാർക്ക് കുറഞ്ഞ ഏതെങ്കിലും കുട്ടിയോ അവരുടെ പേരൻസിനെ ഒന്നും വിളിച്ച് ഇൻസൾട്ട് ചെയ്യാനിരിക്കരുത്. അപ്പം നന്ദി, നമസ്കാരം. മറക്കരുത്, ആർക്കെങ്കിലും ഒരു A+ എങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാനിത് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കും. ഞാൻ മാർക്ക് ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.